ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ 21 പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പൊളിക്കൽ തുടങ്ങി. പട്ടാമ്പി ഓങ്ങല്ലൂരിലെ ആക്രി വ്യാപാര സ്ഥാപനത്തിലെത്തിച്ച വിമാനം കാണാൻ നിരവധി ആളുകളും ഇവിടേക്ക് എത്തുന്നുണ്ട്. വിമാനം പൂർണ്ണമായും പൊളിക്കുന്നതോടെ രാജ്യത്തെ നടുക്കിയ ദുരന്തത്തിന്റെ അവശിഷ്ടങ്ങൾ കൂടി ദിവസങ്ങൾക്കുള്ളിൽ ഇല്ലാതാകും. 2020 ഓഗസ്റ്റ് 7 മലയാളികളെ സംബന്ധിച്ച് കണ്ണീരിന്റെ ദിനമാണ്. കോവിഡ് കാലത്ത് പേമാരി താണ്ഡവമാടിയ ദിനത്തിൽ ഇടുക്കി രാജമലയിലെ ഉരുൾപൊട്ടലിനൊപ്പം രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് കോഴിക്കോട് കരിപ്പൂരിൽ വിമാന അപകടം സംഭവിച്ചത്. ദുബായിൽ നിന്നും 184 യാത്രക്കാരുടെ സ്വപ്നങ്ങളുമായി പറന്നിറങ്ങിയ എയർ ഇന്ത്യ എക്സ്പ്രസ് റൺവേയിൽ നിന്ന് തെന്നി വീണതും 3 പിളർന്നതും നിമിഷങ്ങൾക്കുള്ളിലാണ്. 6 ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. അപകടത്തിൽ മരിച്ചത് 21 പേർ. വിങ്ങുന്ന ഓർമ്മകളുള്ള വിമാനം 5 വർഷത്തിന് ശേഷമാണ് പൊളിക്കാനായി പാലക്കാട് ഓങ്ങല്ലൂരിലെ കാരക്കാട് ആക്രി വ്യാപാര മേഖലയിൽ എത്തിച്ചത്. സത്യത്തിൽ നമ്മളത് ഓർക്കാൻ മടിക്കുന്ന ഒരു വിഷയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ 2020 ആഗസ്റ്റ് 7 നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൽ ഉണ്ടായ ആ ദുരന്തം, എയർ ഇന്ത്യയിലെ ഈ വിമാനം 3 കഷ്ണമായിട്ട് പിരിഞ്ഞതും 21 പേരോളം മരിച്ചതും നമുക്കറിയാം. നമ്മളതുകൊണ്ട് തന്നെ സംഭവം ഓർക്കാൻ തന്നെ നമ്മൾ മടിക്കുന്നൊരു വിഷയമാണ്. അതിൽ നിന്ന് ഡയറക്റ്റ് ചെയ്തെടുത്ത അതിൻ്റെ ബോഡി ആണ് ഈ പ്ലെയിനാണ് ഈ നിൽക്കുന്നത് നമ്മുടെ മുന്നിലുള്ളത്. ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത്, ഈ സാധനം ഇവിടെ വന്നു എന്നറിഞ്ഞപ്പോൾ ഈ വിമാനത്തിലെ പാസഞ്ചർ ആയിട്ടുള്ള ഒരാൾ ഇവിടെ വന്നു. അദ്ദേഹം വിതുമ്പുന്ന ഹൃദയത്തോടു കൂടി ഇവിടെ വരികയും ഇത് കാണുകയും ഞങ്ങളായിട്ട് സംബന്ധിച്ച് പറഞ്ഞു, ഈ വിമാനത്തിൽ ഞാൻ യാത്രക്കാരനായിരുന്നു. ആ അപകടം പറ്റിയ നേരത്തെ എനിക്ക് ബോധം പോയി. പിന്നീട് എനിക്ക് എന്താ നടന്നു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. 10 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് ഞാൻ പിന്നീട് വന്നത്. അപകടം നടന്ന ആ ഒരു സാഹചര്യം അദ്ദേഹത്തോട് വിവരിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണും ഭാവവും മുഖവും എല്ലാം വാടിയറിയത്. പിന്നെ അദ്ദേഹത്തോട് കൂടുതൽ അപ്പൊ ഇത് അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഇവിടെ സന്ദർശിക്കാൻ വന്നു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് പഠിക്കാനും നല്ല സൗകര്യം കിട്ടുകയാണല്ലോ. ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളെ കുറിച്ചും മറ്റുള്ള അതിന്റെ മെക്കാനിക്കൽസിനെ കുറിച്ചും അതിന്റെ പാർട്സുകളെ കുറിച്ചെല്ലാം മനസ്സിലാക്കാനും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കണ്ടമാന ജനങ്ങൾ ഇത് കാണാൻ തന്നെ ഇവിടെ വന്നു പോയിട്ടുണ്ട്. അപകടത്തിൽ 150ഓളം യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വിമാനത്തിന്റെ ചില ഭാഗങ്ങൾ CISF ഡൽഹിയിലേക്ക് കൊണ്ടുപോയിരുന്നു. കൊണ്ടുപോകാത്ത കോക്പിറ്റ് ഉൾപ്പെടെയുള്ള ചില യന്ത്രഭാഗങ്ങളും ടയറുകളും ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് ഇപ്പോൾ ഓങ്ങല്ലൂരിലെ കാരക്കാട് എത്തിയത്. 2 മാസം മുമ്പാണ് പ്രദേശത്തെ സ്ക്രാപ്പ് വ്യാപാരി ലേലത്തിലൂടെ വിമാനാവശിഷ്ടങ്ങൾ കൈവശപ്പെടുത്തിയത്. കോഴിക്കോട് നിന്ന് ലോറികളിൽ കൊണ്ടുവന്ന വിമാനത്തിന്റെ ഭാഗങ്ങൾ ക്രെയിൻ ഉപയോഗിച്ചാണ് ഇറക്കിയത്. വിമാനത്തിന്റെ ഭാഗങ്ങൾ ആക്രിയാക്കുന്നതിന്റെ ഭാഗമായി പൊളിച്ചു തുടങ്ങി. മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത രാജ്യത്തെ നടുക്കിയ വിമാന ദുരന്ത ചരിത്രത്തിന്റെ ബാക്കിപത്രം കൂടെ വരും ദിവസങ്ങളിൽ ഓർമ്മയാകും. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ. ഫോൺ 0483-274-2246. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.